ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന പോർഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് യൂട്ടിലിറ്റി, അതായത് കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഇതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അതായത് ഒരു കൺസ്യൂമർ ഒരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആ ഒരു കൺസ്യൂമറിന്, ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ലെവലിനെയാണ് എന്തെന്ന് പറയണത്, യൂട്ടിലിറ്റി എന്ന് പറയണത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നിരന്തരം വാങ്ങും. എന്തുകൊണ്ടായിരിക്കും? ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തിക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് എന്ന ആ ഒരു ലെവൽ അളക്കാൻ പറ്റുമെന്നാണ് പറയണത്. എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റിക്ക് 2 അപ്രോച്ചസുകളുണ്ട്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. അതായത് ഇത് ക്വാണ്ടിറ്റീവ്, ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മെഷറബിൾ ആണ്, അതായത് മെഷർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള 2 അപ്രോച്ചസുകളാണ് പറയണത്. അതിൽ ഒന്നാമത്താണ് കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. അതായത് ഈ ഓരോ അപ്രോച്ചസും ഓരോരോ വ്യക്തികൾ, ഓരോരോ എക്കണോമിസ്റ്റുകളാണ് കണ്ടെത്തിയത്. അതായത് ഓരോ പ്രൊഡക്ട്സും ഓരോ കൺസ്യൂമേഴ്സിന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു സർവേ മെത്തഡിലൂടെയും അതുപോലെ തന്നെ അവരെ അനലൈസ് ചെയ്ത് വരുമ്പോഴാണ് ഇവർ ഇങ്ങനത്തെ ഒരു അപ്രോച്ച് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു അപ്രോച്ചാണ് ഒന്നാമത്തെ അപ്രോച്ചാണ് കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്? ഇത് കൊണ്ടുവന്നത് ആൽഫ്രഡ് മെർഷാൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഒരു കാർഡിനൽ, അതായത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി, ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ പ്രൊഡക്ട്സും ഓരോ കൺസ്യൂമേഴ്സ് വാങ്ങി അത് യൂസ് ചെയ്ത് അത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോഴും ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ടാണ്, ഓരോ പ്രൊഡക്ട്സിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഓരോ വ്യക്തികൾക്കും പല പല ഇഷ്ടങ്ങളും ഇതൊക്കെ ആയിരിക്കും. അപ്പം ഓരോ വ്യക്തികൾക്ക് അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു മെഷറബിൾ ലെവൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ആൽഫ്രഡ് മെർഷാൾ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം ഓരോ വ്യക്തികളും പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റീവാണ്. അതായത് ഓരോ വ്യക്തിനെയും ആസ്പദമാക്കിക്കൊണ്ടാണ്, ഓരോ വ്യക്തിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അളക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി നല്ല ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സാധാ ഒരു പച്ചവെള്ളം കുടിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു വാട്ടർ ഭയങ്കര സാറ്റിസ്ഫൈങ് കൊടുക്കും. പക്ഷേ അതേ സമയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയും. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയണത്. അപ്പോൾ ഓരോ വ്യക്തിനെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ മെഷർ ചെയ്യാൻ കഴിയുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 5 കിലോ ആപ്പിൾ വാങ്ങി. അപ്പോൾ ഈ ആപ്പിളിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അത്യാവശ്യം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുട്ടികൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് 3 ആൾക്കും ഈ ഒരു ആപ്പിളിൻ്റെ കേസ് കൊടുക്കുമ്പോൾ അത് അവരെ സാറ്റിസ്ഫാക്ഷൻ, ഓരോ ഏജിൽ ഡിഫറൻസ് ഉണ്ടാവാം, ഓരോ പെർസ്പെക്റ്റീവിൽ, ഓരോ ടേസ്റ്റിൽ എല്ലാവർക്കും ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് ഈ ഓരോ ഏജ് കാറ്റഗറിക്കും ഓരോ ആപ്പിൾ വീതം കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മണീൻ്റെ കേസും ഇതുപോലെ തന്നെ എന്നാണ് ആൽഫ്രഡ് മെർഷാൾ പറയുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാകും. പക്ഷെ മറിച്ച് അതൊരു വലിയൊരാൾക്കാണ് ആ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവില്ല. അയാൾക്ക് അതനുസരിച്ചിട്ടായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ആ ഒരു അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അല്ലെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കണ്ടെത്തിയതാരാണ്? ആൽഫ്രഡ് മെർഷാൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അപ്രോച്ചസ് ആയി വരുന്നത്. രണ്ടാമത്തെ അപ്രോച്ചാണ് ഓർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് വന്ന എക്കണോമിസ്റ്റ് ആരെന്ന് വെച്ചാൽ ഹിഗ്സ് ആൻഡ് അലൻ ആണ് ഇത് അനലൈസ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ
ഇവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് രണ്ട് പ്രൊഡക്റ്റ്, അതായത് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈച്ച് പ്രൊഡക്ട്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവല് എത്രയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതാണ് ഹിഗ്സ് ആൻഡ് അലൻ പറയുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ഓരോ വ്യക്തിനെയും ആസ്പദമാക്കിയിട്ടാണ് ഓരോ വ്യക്തിയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഓരോ പ്രൊഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഓരോ വ്യക്തിക്കും ഓരോരോ പെർസ്പെക്റ്റീവും ടേസ്റ്റും പ്രിഫറൻസും ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലുള്ള എക്സ്പെക്ടേഷൻസും എല്ലാം ഡിഫറൻ്റ് ആയി കാര്യം. അപ്പോൾ യൂട്ടിലിറ്റി സബ്ജക്റ്റ് തന്നെയാണ്. ഓരോ വ്യക്തിനെ അനുസരിച്ചിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ കണ്ടെത്താന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ മെഷറബിൾ അല്ല, സാറ്റിസ്ഫാക്ഷൻ ലെവൽ മെഷർ ചെയ്യല്ല, മറിച്ച് അത് കമ്പയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡിനറി യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതൊരു റാങ്കിങ് സിസ്റ്റമാണ്. മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതൊരു റാങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുന്ന സിസ്റ്റമാണ് എന്താ പറയുന്നത്, ഈ ഒരു ഓർഡിനറി യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വ്യക്തികൾ, അവർക്ക് 3 ആൾക്കും 3 വീതം ആപ്പിൾ കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ ആപ്പിൾ കൊടുത്തു. അങ്ങനെ എല്ലാവരും ആ ഒരു ആപ്പിൾ കഴിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ഓരോ വ്യക്തിനോടും കഴിച്ച ആപ്പിളിൻ്റെ എത്രത്തോളം ഉണ്ട് അറിയുമ്പോൾ ഓരോരുത്തരും റാങ്ക് ചെയ്യും. ഇത്ര ബെസ്റ്റാണ്, അതെത്ര ബെസ്റ്റാണ് റാങ്ക് ചെയ്യും. ആ 3 ആപ്പിളിൻ്റെ ടേസ്റ്റും ഓരോ വ്യക്തികൾ റാങ്ക് കൊടുത്ത അതിനെ ആസ്പദമാക്കിയിട്ട് ടേസ്റ്റിൻ്റെ രീതിയിൽ അവരെന്ത് ചെയ്യും, ഇന്നത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കണ്ട് അതിനൊരു റാങ്കിങ് സിസ്റ്റം കൊടുക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഈ 2 ഓർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ്. അപ്പോൾ യൂട്ടിലിറ്റി അപ്രോച്ചസ് ഏതൊക്കെയായിരുന്നു? കാർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റും അതുപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റും. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രോച്ചസ് കണ്ട് കാർഡിനലും അതുപോലെ തന്നെ ഓർഡിനലും പറഞ്ഞു. നമ്മൾ ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ടോട്ടലും മാർജിനൽ യൂട്ടിലിറ്റിയും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടോപ്പിക്സും ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് അങ്ങനെ ഹൈ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് തന്നെയാണ്. അതായത് അപ്രോച്ചസ് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാണ്ട് ടോട്ടൽ യൂണിറ്റി ആൻഡ് മാർജിനൽ യൂണിറ്റി ചെയ്താൽ. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും മേലെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്ത് വെക്കണോ ആ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി 5 ഓറഞ്ച് വാങ്ങി. ഈ 5 ഓറഞ്ച് വാങ്ങിയപ്പോൾ അയാൾ ഒന്നാമത്തെ ഓറഞ്ച് കഴിച്ചു, 2, 3, 4 ഓറഞ്ച് കഴിച്ചു, 5ാമത്തെ ഓറഞ്ചും കഴിച്ചു. അപ്പോൾ ഈ 5 പ്രൊഡക്ട്സും ഓറഞ്ച് അദ്ദേഹം കഴിച്ചു. അപ്പോൾ അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടി. അതായത് ഓരോ ഓറഞ്ച് കഴിക്കുമ്പോഴും അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ അവസാനത്തെ യൂട്ടിലിറ്റി കഴിക്കുമ്പോഴും അയാൾക്ക് അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോട്ടൽ യൂണിറ്റി അറിയുമ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെയും ആ ഒരു യൂട്ടിലിറ്റി കൂട്ടിക്കൊണ്ടുപോവാണ്. അതാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേല് ഓരോ പ്രൊഡക്റ്റ് 5 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് പ്ലസ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് മൂന്നാമത്തെ ഓരോന്നും കൂട്ടിക്കൊണ്ടുപോവുക. അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്രത്തോളം പ്രൊഡക്ട്സ് ആണുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സാറ്റിസ്ഫാക്ഷന്. അപ്പോൾ 5 ആ 5 യൂട്ടിലിറ്റിൻ്റെയും സാറ്റിസ്ഫാക്ഷനാണ് എന്തെന്ന് പറഞ്ഞത് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതായത് ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്ത് കള്ള സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് 4 യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ 4 യൂട്ടിലിറ്റിക്ക് ഓരോ 45 യൂട്ടിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു യൂട്ടിലിറ്റി കൂടിയും ആഡ് ആകുമ്പോൾ 5 വീണ്ടും കൂടും. അപ്പോൾ അത് 50 യൂട്ടിലിറ്റീസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റിയിൽ ഇപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്റ്റും രണ്ടാമത്തെ പ്രൊഡക്റ്റും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യും. പിന്നെ 2, 3, പിന്നെ 3, 4, പിന്നെ 4, 5 അങ്ങനെ ഒരു കമ്പയർ ചെയ്ത് പോകുന്നതിനാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 കേസുകൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. നമുക്ക് ഡയഗ്രാമിൻ്റെ ബേസിലായിട്ട് പറയാം, കാരണം അതാവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സിമ്പിള്. അപ്പോൾ ഇവിടെ നമുക്ക് y ആക്സസിൽ
ടോട്ടൽ യൂണിറ്റും അതുപോലെ തന്നെ മാർജിനൽ യൂണിറ്റും എക്സ് ആക്സിൽ യൂണിറ്റാണ് കാണിക്കുന്നത്. ഈ ഒരു ടാബിൾ നോക്കുക, അതിൽ യൂണിറ്റ്സ് 0, 1, 2 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് ആണെങ്കിൽ 15ഉം 2 യൂണിറ്റ് ആകുമ്പോൾ 20 അങ്ങനെ കാണിക്കൊണ്ട് മാർജിനൽ യൂണിറ്റ്. അതായത് ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ടോട്ടൽ യൂണിറ്റ് 15, അതായത് ഒരു യൂണിറ്റിന് ഒരു ടോട്ടൽ യൂണിറ്റ് 15 തന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂണിറ്റ് 15ആണ്. 2 യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 15ൽ നിന്നും അത് 20 മാറി 20 അതിൻ്റെ മാർജിനൽ യൂണിറ്റ് എങ്ങനെ 5 എന്ന് വെച്ചാൽ, അതായത് കറൻ്റ് ആയിട്ടുള്ള ടോട്ടൽ യൂണിറ്റ് ഇപ്പോൾ 20ആണ്. അപ്പോൾ 20 മുമ്പുള്ള ടോട്ടൽ യൂണിറ്റ് മൈനസ് ചെയ്യാം. അതായത് 20 15 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടുക. അതാണ് ആ ഒരു 2 യൂണിറ്റ് ഉണ്ടാകുമ്പോൾ ഉള്ള മാർജിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് 5ആണ്. ഇനി മൂന്നാമത്തെ 3 യൂണിറ്റ് ഉണ്ടാകുമ്പോൾ 20ൽ നിന്നും 24 അപ്പം എന്ത് ചെയ്യണം, 24 20 മൈനസ് ചെയ്തിട്ട് 4 യൂണിറ്റ് കിട്ടുന്നു. ഈ 4 യൂണിറ്റ് ആകുമ്പോൾ 24 22 അപ്പം നമ്മൾ എന്ത് ചെയ്യാം, 22 24 മൈനസ് ചെയ്യുക, അപ്പോൾ 2 ആവുന്നു. പിന്നെ നമ്മൾ 5 യൂണിറ്റ് ആകുമ്പോൾ അത് വീണ്ടും 22 തന്നെയാണ്. അപ്പോൾ 22 മുമ്പത്തെ 22 മൈനസ് ചെയ്യുമ്പോൾ 0 ആവാണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ യൂണിറ്റ് മാർജിനൽ യൂണിറ്റ് എങ്ങനെ 0 ആയിട്ട് കാണിക്കുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പറയണത്, അതായത് ടോട്ടൽ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയി പോകുമ്പോഴാണ് മാർജിനൽ യൂണിറ്റ് 0 ആയി കാണിക്കുക. അതായത് ഇപ്പോൾ കറൻ്റ് ആയിട്ടുള്ള ടോട്ടൽ യൂണിറ്റും അതുപോലെ തന്നെ അതിന് മുമ്പ് കാണിച്ചിട്ടുള്ള ടോട്ടൽ യൂണിറ്റും കോൺസ്റ്റൻ്റ് ആയി പോകുമ്പോൾ അവിടെ നമ്മൾക്ക് മാർജിനൽ യൂണിറ്റ് 0 ആയിട്ടാണ് കാണിക്കുക. പിന്നെ പറയണത് 6, അതായത് 6 യൂണിറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ടോട്ടൽ യൂണിറ്റ് എന്ന് പറയുന്നത് 18ഉം അതിൻ്റെ മാർജിനൽ യൂണിറ്റ് 0 കഴിഞ്ഞ് -4 എത്തുന്നു. അപ്പോൾ അതെങ്ങനെ പറയാ, വേറൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു മാർജിനൽ യൂണിറ്റ് എങ്ങനെ -4 പോകുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് മാർജിനൽ യൂണിറ്റിൻ്റെ കേസിൽ ഫസ്റ്റ് മുകളിൽ നിന്ന് എമൗണ്ട് കൂടി മുകളിൽ നിന്ന് ഫസ്റ്റ് ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് കുറഞ്ഞ് വരും. അപ്പോൾ ഈ ഒരു 0 എമൗണ്ട്, അതായത് 0 ആയിട്ടുള്ള മാർജിനൽ യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് -4 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് എമൗണ്ട് ബിഗ് എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് -4 ആൻസർ കിട്ടുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ യൂട്ടിലിറ്റിൻ്റെ കേസിലും എന്താണ് പറയുന്നത്, നമുക്ക് യൂണിറ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം, പലതും ആവാം. അപ്പോൾ ഈ ഒരു ടോട്ടൽ യൂണിറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് മാർജിനൽ യൂണിറ്റിലോട്ട് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഈ y ആക്സിൽ ടോട്ടൽ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റിന്നും ഒരു കർവ് കാണാം അല്ലേ, ഒരു എൻ ഷേപ്പിലൊരു കർവ്. അവിടെ എന്താണ് കാണിക്കുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി ഫസ്റ്റ് എന്താണ് ഇങ്ങനെ കൂടി വരികയാണ്, 15 5 4 2 അങ്ങനെ കൂടി വരികയാണ്. പിന്നെ അത് ടോട്ടൽ യൂണിറ്റിൽ അവസാനിച്ചു -4 ആവുന്നുണ്ട്. അവിടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സ് ആക്സിൽ അവിടെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള ലൈന് കണ്ടില്ലേ, അവിടെയാണ് 0 ആയിട്ട് തട്ടിമുട്ടുന്ന സ്ഥലം. അതായത് മാർജിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് 0 ഒരു എമൗണ്ട് കിട്ടും. 5 യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് മാർജിനൽ യൂണിറ്റ് 0 ആണെന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഡോട്ടഡ് ആയിട്ടുള്ള ലൈനിലാണ് നമ്മൾ 0 അടയാളപ്പെടുത്തുക. അപ്പോൾ പിന്നെ അവിടുന്ന് അടിക്ക് ഒരു മാർജിനൽ യൂണിറ്റിൻ്റെ ലൈന് പോകേണ്ട 0ന് താഴത്തേക്കൊരു എമൗണ്ട് വരുന്നുണ്ട് -4. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡിമിനിഷിങ് എന്ന് പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അസംഷൻസ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുമ്പോൾ അതായത് ഹോമോജീനിയസ് ഗുഡ്സ് ആണ്. അതായത് നമ്മൾ ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കണം വാങ്ങേണ്ടത്. അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും വാങ്ങുക. ഇപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഹോമോജീനിയസ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടു കൺസ്യൂമേഴ്സ്. അതിൻ്റെ പോയിന്റ് ആയിട്ട് വരുന്നത് ദർ മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി ഇൻ കൺസപ്ഷൻ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് ഇത്ര യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിപ്പോൾ ഇന്നത് ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അധികം ലാഗില്ലാതെ ടൈമിലൊരു ലാഗില്ലാതെ വേണം ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അതിൻ്റെ സാറ്റിസ്ഫൈ അറിയണമെന്നുണ്ടെങ്കിൽ ടൈമിലധികം ലാഗില്ലാതെ കണ്ടിന്യൂ ആയിട്ട് അത് യൂസ് ചെയ്ത് പോകണം. രണ്ടാമത്തെ അസംഷൻ. മൂന്നാമത്തത് പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് ആർ കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും അതിന് സബ്സ്റ്റിറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ നമ്മൾ ബൈ ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയണത്. പിന്നെ പറയണത് ടേസ്റ്റ്, അതായത് ഒരു കൺസ്യൂമറിന് ടേസ്റ്റിൻ്റെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അതിൻ്റെ കേസിൽ ഏതൊരു പീരീഡിലും ചേഞ്ചിലാക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അസംഷൻസ് ആയിട്ട് വരുന്നത്.